ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഗ്രേവികൾ ഒന്നുമില്ലാതെ നല്ല ഉണങ്ങിയ രീതിയിൽ ഡ്രൈ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി എല്ലോട് കൂടിയ ബീഫ് തന്നെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം 2 സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം കുറച്ചും കൂടി അതിലുണ്ടായിരുന്നത് ഇട്ടെടുത്തതാണ്. ഇത് 2 ടീസ്പൂണായിട്ട് തന്നെ വരും. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതും കൂടി ചേർത്തിട്ട് ഇനി നമ്മൾ 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 സ്പൂണ് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ വെള്ളമൊന്നും ചേർക്കാതെ മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് വേവിക്കുന്ന സമയത്തായാലും ഇതിലേക്ക് കുറേ വെള്ളമൊന്നും ചേർത്ത് വേവിക്കുന്നില്ല. കുറച്ച് നമ്മുടെ ഈ മുളക് മസാലകളൊക്കെ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എൻ്റെ കയ്യിൽ തന്നെ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് 2 പ്രാവശ്യം ഇതേപോലെ ഏകദേശം 2 സ്പൂണിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നമ്മൾ മൂടി വെച്ചിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ 2 വിസിലാക്കി എടുത്തതാണ്. ഏകദേശം ഇതിൻ്റെ 80% വെന്ത് കിട്ടിയാൽ മതി നമുക്ക് കുക്കറിൽ. അപ്പോൾ ഇതേപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് മസാലയൊക്കെ ബീഫിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ 2 വലിയ സവോള ഞാൻ നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്തും കൂടി എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. പിന്നെ കറിവേപ്പിലയും ഇതേപോലെ കുറച്ച് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഇതേപോലെ വളരെ നേരിയ രീതിയിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കത് തിന്നുമ്പോൾ വലിയ പീസാക്കി ഇട്ടാൽ കടിക്കാൻ കുറച്ച് കഷ്ടമല്ലേ. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ തന്നെ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടായി വന്ന ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാളക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പ് ചേർത്തതാണല്ലോ. അപ്പോൾ സവാളക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ സവാള വഴറ്റിയെടുക്കാം. ഏകദേശം ഇതൊരു 3/4% സവാള വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ സവാള വഴന്നതിന് ശേഷം മാത്രം ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് വേറെ പൊടികളൊന്നും നമ്മൾ ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഇതിൽ കുറച്ചൊരു വെള്ളമുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് നല്ല പോലെ ഇത് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൽ തന്നെ നമുക്കിത് നല്ല പോലെ ഡ്രൈ ആയി കിട്ടും. ഗ്രേവി വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. എനിക്കിവിടെ ഒരു 5-6 മിനിറ്റിൽ തന്നെ ഇതെല്ലാം ഒന്ന് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കേണ്ടതില്ല. തേങ്ങാക്കൊത്തെല്ലാം എന്തിനാണ് ചേർക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും എല്ലാവരും ഒന്ന് ചേർത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതേപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമാണ്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലും വളരെ ടേസ്റ്റുള്ള ഒരു ബീഫ് റോസ്റ്റ് ആണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്. അസ്സലാമു അലൈക്കും.